ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് നമ്മൾ തമിഴ്നാട് സ്റ്റൈലിലെ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് സാധാ മുളക് പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെക്കുക. തൈര് അധികം പുളിയില്ലാത്തത് 2 ടേബിൾ സ്പൂണും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ചിക്കനിൽ ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. നിങ്ങൾ നേരത്തെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ഇതൊക്കെ തന്നെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നന്നായി മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും 1-2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു പേസ്റ്റ് ചേർക്കണം. അതിനുവേണ്ടി നല്ല പഴുത്ത തക്കാളി 2 എണ്ണവും പിന്നെ ഉണക്കമുളക് കുതിർത്തത് ഇത് 5-6 എണ്ണം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തേക്കുക. നല്ല പേസ്റ്റായിട്ട് അരക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു വലിയ പാൻ എടുക്കുക. ഇതിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയ പാൻ എടുക്കാൻ നോക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ആ സെയിം അളവിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. സ്പൈസസ് ഇട്ട് കൊടുക്കണം. പട്ട, ഏല, ഗ്രാമ്പു അങ്ങനത്തെ സ്പൈസസ്. പിന്നെ നല്ല ജീരകവും പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഉപ്പ് ചിക്കനിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അരിക്കും ഈ സവോളയ്ക്കും ഉള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി 2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ഇത് ഈ സവോളയുടെ സ്പൈസസിൻ്റെ ഒപ്പം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് വീണ്ടും മിക്സ് ആക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ അടപ്പ് തുറക്കുക. എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തേക്കുക. ഇനി അരി വേവിക്കാനുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ജീരകശാല റൈസ് ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് അരമണിക്കൂർ കുതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അരിയും ആ ചിക്കൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയേക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചേക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. എന്നിട്ട് ഇതിലെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫാക്കണം. ഇനി നമ്മളിത് ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നെയ്യും മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരി ഇപ്പോൾ ഒരു 3/4 ഭാഗമേ വെന്തിട്ടുണ്ടാവുള്ളൂ. ഇനി ഞാൻ ദം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ചിരുന്ന ഈ പാത്രം അതിൽ ഇറക്കി വെച്ചിട്ട് നല്ലൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടി വെച്ചേക്കും. 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടപ്പ് തുറക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ജീരകശാല അരി ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കറക്റ്റ് വേവായിരിക്കും ഇത്. അപ്പോൾ ഈ രീതി ട്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഡയറക്റ്റ് തീ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജീരകശാല റൈസിന് പകരം ബസ്മതി റൈസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തമിഴ്നാട് സ്റ്റൈലിലുള്ള ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് വരാം.
ബിരിയാണിയുടെ ഒപ്പം സാലഡും പപ്പടവും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്